നിന്റെ സാലറി മുഴുവൻ എന്റെ കൈ കൊണ്ട് തന്നെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട് മനോജെ. അല്ലാതെ ഇന്നലെ നീ കെട്ടിക്കൊണ്ടുവന്ന് ഇവൾക്ക് ആർഭാടം കാണിക്കാനുള്ളതല്ല നിന്റെ സാലറി. അതിനല്ല ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതും പഠിപ്പിച്ചതും. അമ്മ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾക്ക് നെക്സ്റ്റ് വീക്ക് അവളുടെ ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട്. അവൾക്ക് പുതിയ സാരി വാങ്ങാനും പിന്നെ എന്റെ വണ്ടിയുടെ ഇൻഷുറൻസ് ഒക്കെ തീരാറായിരിക്കുക. അതൊക്കെ അടയ്ക്കാനും കൂടി വേണ്ടി 20,000 രൂപ ചോദിച്ചത്. നീ എന്തൊക്കെയാണ് മനോജ് ഈ പറയുന്നത്? ഒരു സാരി എടുക്കാൻ 20,000 രൂപയോ? ഇതൊക്കെ നീ അവള് നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരിക്കും അല്ലേ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മുൻപ്. അവള് കല്യാണം കഴിപ്പിച്ചോണ്ട് വന്നപ്പം വീട്ടുകാർ കൊടുത്തോട്ട് സാരിയില്ലേ, അതിലൊന്ന് ഏതെങ്കിലും ഉടുത്തോണ്ട് പോകാൻ പറയണം. പുതിയ സാരി തന്നെ വേണമെന്ന് നിർബന്ധമാണോ അവൾക്ക്? അമ്മ വെറുതെ ആവശ്യമില്ലാതെ അവളെ ഇതിലേക്ക് വലിച്ചിടണ്ട. നീ പിന്നെ അങ്ങനല്ലേ പറയുള്ളൂ. എടാ, നിന്റെ ഒറ്റ ഒരാളുടെ സാലറി വെച്ചിട്ടാ ഈ വീട് ഓടിക്കുന്നതും നിന്റെ അനിയനെ ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ. അത് വല്ലതും നിനക്കറിയണോ? അതിന്റെ ഇടയ്ക്കാണ് നിന്റെ ഭാര്യയുടെ ഓരോ ആർഭാടം. ഉള്ള സാരി ഉടുത്തോണ്ട് പോകാൻ പറയാം. പിന്നെ കാശ് ഞാൻ തരാം, തരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് അതിനൊക്കെ കൃത്യമായ കണക്ക് വേണം. നീ ഇപ്പൊ തൽക്കാലം ഓഫീസിലോട്ട് ചെല്ല്. ഡീ, നീ പറഞ്ഞിട്ടായിരിക്കൂലേ ഇപ്പൊ എന്റെ മോൻ എന്നോട് വന്നിട്ട് കാശ് ചോദിച്ചത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ലമ്മേ. നീ ഒന്നും പറഞ്ഞിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല. നീ ഇവിടെ വലതുകാലം വെച്ച് കേറി അന്ന് തൊട്ട് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. നീയല്ല എന്റെ മോനെ ഓരോന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചോണ്ട് പോകുന്നത്. അതെല്ലാം നിന്റെ ബുദ്ധിയിൽ ഉദിച്ചതാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പതേ 20,000 രൂപ അത് നീ തന്നെ പിരി കയറ്റി കൊടുത്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. അമ്മയുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മേടിക്കാൻ ഞാൻ ഇന്നേ വരെ മനോജേട്ടനെ പറഞ്ഞു വിട്ടിട്ടില്ല. എനിക്ക് പുതിയ സാരി വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പഴയത് ഉടുത്തോണ്ട് പൊക്കോളാന്നാ ഞാൻ മനോജേട്ടനോട് പറഞ്ഞത്. അപ്പൊ ഏട്ടനാ സമ്മതിക്കാത്തത്. പുതിയത് ഉടുത്തോണ്ട് പോയാ മതിയെന്ന്. നീ കൂടുതലേ ന്യായീകരിച്ച് മെഴുകൊന്നും വേണ്ടടി. ഇതാണോ നിന്റെ അച്ഛനും അമ്മയും നിന്നെ പഠിപ്പിച്ചു വിട്ടത്? എന്റെ മോനെയും എന്നെയും തമ്മിൽ അകറ്റാൻ നോക്കുവാണോ നീ? വന്ന് കേറിയില്ലല്ലോ, അതിനു മുന്നേ തുടങ്ങി. കൊള്ളാം നീ. പിന്നെ എന്റെ മോന്റെ പൈസ എനിക്ക് അവകാശപ്പെട്ടതാ, അത് നിനക്കുള്ളതല്ല. ഞാൻ അവനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതും വളർത്തിയതും. അതിൽ കണ്ണുവെക്കാൻ നീ വരുവും വേണ്ട, തടസ്സം സൃഷ്ടിക്കാൻ വരുവും വേണ്ട. കേട്ടല്ലോ? അവൾക്കൊരു പുതിയ സാരി.